വിഷ്ണുപ്രിയ കൊലക്കേസിൽ പ്രതി കുറ്റക്കാരൻ. പാനൂർ വിഷ്ണുപ്രിയ വധക്കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് കണ്ടെത്തൽ. ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രസ്താവിക്കും. 2022 ഒക്ടോബർ 22-നാണ് വിഷ്ണുപ്രിയയെ മാനന്തേരി സ്വദേശി ശ്യാംജിത്ത് കഴുത്തറത്ത് കൊലപ്പെടുത്തിയത്. പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നവർക്കുള്ള താക്കീതാണ് വിധിയെന്ന് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാർ പ്രതികരിച്ചു. ഇന്ന് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിനു ശേഷവും അദ്ദേഹത്തിന് പരമാവധി ശിക്ഷ കൊടുക്കണമെന്നാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഈ പ്രതി മൃഗീയമായ കൊലപാതകം, വെറും ഒരു കൊലപാതകമല്ല. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക്, ടീനേജ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇത്തരം പ്രതികളുടെ മുമ്പിൽ ഒരിക്കലും പണയം വെക്കാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പ്രോസിക്യൂഷനുള്ളത്. ഇത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വിധിയായി ഞാൻ കണക്കാക്കുകയാണ്. സജോ ദേവസ്യ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. സജോ, അക്ഷരാർത്ഥത്തിൽ മനസാക്ഷിയെ നടുക്കിയതാണ് ഈ കൊലപാതകം. ഇതിൽ പ്രതി ശ്യാംജിത്ത് പ്രണയപ്പക മൂലമാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് കണ്ടെത്തുകയായിരുന്നില്ലേ കോടതി? എന്തൊക്കെയാണ് വിധിന്യായത്തിലെ പ്രധാനപ്പെട്ട ഭാഗം? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, പ്രോസിക്യൂഷന്റെ വാദങ്ങളെ കോടതി അംഗീകരിച്ചു. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി എ വി മൃദുലയാണ് ഈ കേസിൻ്റെ വിചാരണ നടപടിക്രമങ്ങളിലൊക്കെ ജഡ്ജായി ഉണ്ടായിരുന്നത്. അവർ പ്രോസിക്യൂഷന്റെ വാദങ്ങളെ പൂർണ്ണമായും അംഗീകരിച്ചു. അതായത് സാക്ഷിമൊഴികൾ, ശാസ്ത്രീയ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ അവ നിരത്തിയുള്ള പ്രോസിക്യൂഷന്റെ വാദങ്ങളെ പൂർണ്ണമായും കോടതി അംഗീകരിച്ചു. ഇതിലേറ്റവും പ്രധാനമായത്, ഏറ്റവും നിർണായകമായത്, ഈ കുറ്റകൃത്യത്തിന് നേരിട്ട് ദൃക്സാക്ഷികളില്ല, പകരം വീഡിയോ കോൾ. അതായത് വിഷ്ണുപ്രിയ കൊല്ലപ്പെടുമ്പോൾ അവർ സുഹൃത്തായ പൊന്നാനി സ്വദേശിയുമായി വീഡിയോ കോളിൽ സംസാരിക്കുകയായിരുന്നു. പ്രതി എത്തുന്ന ഈ ദൃശ്യങ്ങൾ വിഷ്ണുപ്രിയയുടെ സുഹൃത്ത് കണ്ടിരുന്നു. ആ വിഷ്ണുപ്രിയയുടെ സുഹൃത്തിൻ്റെ മൊഴി കേസിൽ നിർണായകമായി. മറ്റൊന്ന്, പ്രതി ആയുധം വാങ്ങിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ കുറ്റപത്രത്തിൻ്റെ ഭാഗമായിരുന്നു, അത് കോടതിയിൽ പ്രദർശിപ്പിച്ചു. അതും ഒരു പ്രധാനപ്പെട്ട തെളിവായി. മറ്റൊന്ന്, സാക്ഷിമൊഴികൾ, കുറ്റകൃത്യത്തിന് ശേഷം പ്രതി രക്ഷപ്പെടുന്നത് കണ്ട സാക്ഷിമൊഴികൾ, അവയെല്ലാം കോടതി പൂർണ്ണമായും അംഗീകരിക്കുകയാണ് ചെയ്തത്. മറ്റൊന്ന്, ഇനി ഇപ്പോൾ ശിക്ഷാവിധി എന്താണ് എന്നതാണ് ഏറ്റവും നിർണായകം. പ്രോസിക്യൂഷൻ്റെ വാദം, ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി തന്നെ പരിഗണിക്കണം. സുപ്രീം കോടതി വധശിക്ഷയുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഈ കേസിൽ ബാധകമാണ് എന്നതാണ് പ്രോസിക്യൂഷന്റെ വാദം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, അങ്ങേയറ്റം ക്രൂരമായ ഒരു കൊലപാതകമാണ് അരങ്ങേറിയത്. 29 മുറിവുകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ പരാമർശിക്കുന്നത്. ഈ ഫോറൻസിക് സർജൻ തന്നെ കോടതിയിലെത്തി നൽകിയ മൊഴി തന്നെ പരിഗണിക്കുകയാണെങ്കിൽ അങ്ങേയറ്റം ക്രൂരമായ ഒരു കൊലപാതകമാണ് അരങ്ങേറിയിരിക്കുന്നത്. കഴുത്ത് 75% അറ്റുതൂങ്ങി, മറ്റ് 29 മുറിവുകൾ, അതിൽ 19 മുറിവുകൾ കൊലയ്ക്ക് കാരണമായി. അതിനുശേഷവും മരണം സംഭവിച്ചതിന് ശേഷം 10 മുറിവുകളുണ്ട്. അത്രയും ക്രൂരമായ കൊലയാണ്. മറ്റൊന്ന്, വീട്ടിൽ അതിക്രമിച്ച് കയറിയാണ് പ്രതി കൊല നടത്തിയത്. ഇതിനുവേണ്ടി വിപുലമായ ആസൂത്രണം തന്നെ പ്രതി നടത്തി. മറ്റൊന്ന്, വിഷ്ണുപ്രിയയുടെ സുഹൃത്തിനെയും കൊല്ലാൻ ആസൂത്രണം ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഈ കേസിനെ ആകെ പരിഗണിക്കുകയാണെങ്കിൽ കൊലപാതകത്തിൻ്റെ സ്വഭാവം, പ്രതിയുടെ മനോനില, കുറ്റബോധം ഒരിക്കൽ പോലും, മനസ്താപം ഒരിക്കൽ പോലും വിചാരണ വേളയിലോ അറസ്റ്റിലായ ഘട്ടത്തിലോ തെളിവെടുപ്പ് വേളയിലോ ഒരിക്കൽ പോലും പ്രതി ഒരു മനസ്താപവും പ്രകടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രതിക്ക് ഏതെങ്കിലും തരത്തിൽ മാനസാന്തരം ഉണ്ടാകും എന്ന് കരുതുക വയ്യ. മറ്റൊന്ന്, വീട്ടിൽ അതിക്രമിച്ച് കയറി ചുറ്റിക കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തി അതിക്രൂരമായി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അതിൻ്റെ ഏക പ്രകോപനം പ്രണയം തകർന്നു എന്ന കാരണം മാത്രമാണ്. അങ്ങനെ ഒരു നിസ്സാരമായ കാരണത്തിൻ്റെ മേൽ ഒരു പെൺകുട്ടിയുടെ ജീവനെടുക്കാൻ വേണ്ടി വിപുലമായ ആസൂത്രണം നടത്തി പ്രതി ആയുധങ്ങൾ സംഘടിപ്പിച്ചു, സ്വയം ആയുധങ്ങൾ നിർമ്മിച്ചു, ഓൺലൈൻ വഴി ആയുധങ്ങൾ വാങ്ങി, അതിനുവേണ്ടി വലിയ ആസൂത്രണം നടത്തി. അത് തന്നെ തെളിവ് നൽകുന്നത് പ്രതിയുടെ ക്രൂര മനോഭാവമാണ്. അതുകൊണ്ട് വധശിക്ഷ തന്നെ നൽകണം എന്ന് പ്രോസിക്യൂഷൻ ഇന്ന് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയതിന് ശേഷം നടത്തിയ ഹിയറിംഗിൽ വാദിച്ചു. പ്രതിഭാഗം നൽകിയ ഏക ഡിഫൻസ് എന്നത് പ്രതിയുടെ പ്രായം പരിഗണിക്കണം എന്നതായിരുന്നു. അതിന് പ്രോസിക്യൂഷൻ നൽകിയ മറുപടിയും, അറസ്റ്റിലായതിന് പിന്നാലെ പ്രതി അന്വേഷണ ഉദ്യോഗസ്ഥരോട് നൽകിയ കുറ്റസമ്മത മൊഴിക്കൊപ്പം പറഞ്ഞത് തനിക്ക് 25 വയസ്സ് മാത്രമാണ് പ്രായം, 14 വർഷം ശിക്ഷ വിധിച്ചാൽ 39ാമത്തെ വയസ്സിൽ താൻ പുറത്തിറങ്ങും, അതിനുശേഷം താൻ സുഖമായി ജീവിക്കും, താൻ ശരിയായ കൃത്യം മാത്രമാണ് ചെയ്തത്, തന്നെ വഞ്ചിച്ചു എന്ന വാദം പറഞ്ഞു. അതിനെ പ്രോസിക്യൂഷൻ പറഞ്ഞത്, പെൺകുട്ടികളുടെ സുരക്ഷ എന്ന കാര്യം കൂടി ഈ കേസിൽ പരിഗണിക്കണം. ഈ ശിക്ഷാവിധി സമൂഹത്തിനാകെ ഒരു സന്ദേശമാകണം. ശിക്ഷാവിധി സമൂഹത്തിനാകെ സന്ദേശമാകണം എന്നത് തന്നെയാണ്. സജു ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.